Hi students, once again welcome to your spring classes. Plus 1 Business Studies First ചാപ്റ്ററിലെ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. പ്രധാനമായിട്ടും ബിസിനസ് ആക്ടിവിറ്റീസ് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തതാണ് ഇൻഡസ്ട്രി, വ്യവസായം. രണ്ടാമത്തതാണ് കൊമേഴ്സ്. വ്യവസായം, ഇൻഡസ്ട്രി എന്നുള്ളൊരു പാർട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൊമേഴ്സ് എന്നൊരു പാർട്ടാണ്. കൊമേഴ്സ്, വാണിജ്യം. ആദ്യമായിട്ട് എന്ത് ചെയ്യാം, കൊമേഴ്സിന്റെ മീനിങ് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. മീനിങ് കൊമേഴ്സ്, അതിന്റെ മീനിങ് എന്താണ്? കൊമേഴ്സ് ഈസ് ദ സം ടോട്ടൽ ഓഫ് all those processes which are engaged in the transfer of goods and services from the producers to consumers. സാധനങ്ങളും സേവനങ്ങളും പ്രൊഡ്യൂസേഴ്സ്, ഉൽപാദകരുടെ കയ്യിൽ നിന്നും ഉപഭോക്താവിൻ്റെ കയ്യിലേക്ക് എത്താനുള്ള മുഴുവൻ പ്രക്രിയകളുടെയും ഒരു സം ടോട്ടലിനെയാണ്, ആകെത്തുകയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൊമേഴ്സ്, വാണിജ്യം എന്ന് പറയുന്നത്. അതായത് ഒരു ഉൽപാദകൻ ഉൽപാദിപ്പിച്ച സാധനം അത് ഉപയോഗിക്കുന്ന അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിന്റെ കയ്യിലേക്ക് എത്താനുള്ള ആ പ്രക്രിയകളുടെ ഒരു സം ടോട്ടലിനെയാണ് നമ്മൾ വാണിജ്യം എന്ന് പറയുന്നത്. ഒരു ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അതായത് സാധനം കൈമാറ്റം ചെയ്യുക. എന്താണ് സാധനം കൈമാറ്റം ചെയ്യുക എന്ന് പറഞ്ഞാൽ? ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഈ ഒരു മീനിങ്ങിൽ നമുക്ക് പഠിക്കേണ്ടത്. ഇതിന്റെ ഡെഫിനിഷൻ എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. ഡെഫിനിഷൻ ഓഫ് കൊമേഴ്സ്. കൊമേഴ്സിന്റെ ഡെഫിനിഷൻ, അതായത് നിർവചനം. എന്താണ് നിർവചനം? കൊമേഴ്സ് മേ ബി ഡിഫൈൻഡ് ആസ് ദ സം ടോട്ടൽ ഓഫ് ഓൾ ദോസ് പ്രോസസ് വിച്ച് ആർ എൻഗേജ്ഡ് ഇൻ ദ റിമൂവൽ ഓഫ് ഹിൻഡ്രൻസസ് ഓഫ് പേഴ്സൺസ്, പ്ലേസ് ആൻഡ് ടൈം ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് കമ്മോഡിറ്റീസ്. സാധനങ്ങൾ കൈമാറ്റം ചെയ്യുമ്പോൾ വ്യക്തി, അതുപോലെ തന്നെ സ്ഥലം, കാലം തുടങ്ങിയ പ്രതിബന്ധങ്ങളെ നീക്കം ചെയ്യുന്ന പ്രക്രിയകളുടെ ഒരു ആകെത്തുകയാണ് നമുക്ക് എന്ത് പറയുന്നത്? കൊമേഴ്സ്, വാണിജ്യം എന്ന് പറയുന്നത്. ഇതാണ് കൊമേഴ്സിന്റെ ഡെഫിനിഷൻ. ഈ ഒരു ഡെഫിനിഷനെ നമുക്ക് മനസ്സിലായി. ഒരു സാധനം ഉൽപ്പാദിപ്പിച്ച് അത് ഒരു അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിന്റെ കയ്യിലേക്ക് എത്താൻ അതിനിടയിൽ നിന്നാണ് ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഈ തടസ്സങ്ങളെല്ലാം നീക്കം ചെയ്യുന്ന പ്രവർത്തനത്തിനെയാണ് നമുക്ക് എന്ത് പറയുന്നത്? കൊമേഴ്സ്, വാണിജ്യം എന്ന് പറയുന്നത്. കാരണം ഒരു സാധനം ഉൽപ്പാദിപ്പിച്ച് ഒരു സ്ഥലത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തണം, അതൊരു തടസ്സമാണ്. ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ആണ് ഈ ഒരു തടസ്സം എന്താണ് ഇവിടെ നീക്കി തരുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ അത് കൺസ്യൂമേഴ്സിന് അറിയണം. ആ ഒരു തടസ്സം നീക്കി തരുന്നത് എന്താണ്? അഡ്വർടൈസിങ്, പരസ്യമാണ്. ഇങ്ങനെ മുഴുവൻ തടസ്സങ്ങളും നീക്കുന്ന പ്രക്രിയയുടെ ഒരു ആകെത്തുകയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൊമേഴ്സ്, വാണിജ്യം എന്ന് പറയുന്നത്. ഈ വാണിജ്യത്തെ, കൊമേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം? കൊമേഴ്സ് ആർ ഡിവൈഡഡ് ഇൻടു ടു, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തേതാണ് ട്രേഡ്, കച്ചവടം. അപ്പോൾ കൊമേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ട്രേഡ്, രണ്ടാമത്തേതാണെന്ന് ഒന്നാമത്തെ ട്രേഡ്, രണ്ടാമത്തത് ഓക്സിലറീസ് ടു ട്രേഡ്. രണ്ടാമത്തേതാണെന്ത്? ഓക്സിലറീസ് ടു ട്രേഡ്. ട്രേഡ്, കച്ചവടം. ഓക്സിലറീസ് ടു ട്രേഡ്, കച്ചവട അനുബന്ധ പ്രവർത്തനം. എന്താണ് കച്ചവടം? ട്രേഡ് ഈസ് ദ ബൈങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ട്രേഡ്, കച്ചവടം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അതായത് ഒരു ഉൽപ്പന്നം ഒരു പ്രൊഡ്യൂസർ ഉൽപ്പാദിപ്പിച്ച് അത് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിന്റെ കയ്യിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു പ്രവർത്തനമാണ് ട്രേഡ്, കച്ചവടം എന്ന് പറയുന്നത്. അതായത് പേഴ്സണൽ ബാരിയേഴ്സ്, വ്യക്തി എന്നുള്ള തടസ്സം നീക്കുന്നത് എന്താണ്? ട്രേഡാണ്. കാരണം ഒരു സാധനം ഉൽപ്പാദിപ്പിച്ച് ആ സാധനം എന്ത് ചെയ്യണം? ആ ഒരു പ്രോഡക്റ്റ് കൺസ്യൂമേഴ്സിന്റെ കയ്യിലേക്ക് എന്ത് ചെയ്യണം? അത് എത്തിക്കണം. അതിനിടയിലുള്ള ഒരു വ്യക്തി, അതായത് ആരെ എത്തിക്കും എന്നുള്ള ഒരു വ്യക്തി എന്നുള്ളൊരു തടസ്സമുണ്ട്.
പേഴ്സണൽ ബാരിയേഴ്സ്. ഈ പേഴ്സണൽ ബാരിയേഴ്സ് റിമൂവ് ചെയ്യുന്നത് ട്രേഡ് എന്നുള്ള ഒരു പ്രവർത്തനമാണ്. ട്രേഡിലൂടെ എന്താണ് നമുക്ക് വ്യക്തി എന്നുള്ളൊരു തടസ്സം നീക്കി കിട്ടുന്നതാണ്. ഇതാണ് ട്രേഡ്. ഇനി ട്രേഡ് എന്താണ്, നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം. ട്രേഡ് ആർ ക്ലാസിഫൈഡ് ഇൻടു ടു. ഫസ്റ്റ് ഇന്റേണൽ ട്രേഡ് ആണ്. ഇന്റേണൽ ട്രേഡ്, ഇന്റേണൽ ട്രേഡ് പറഞ്ഞാൽ ആഭ്യന്തര കച്ചവടം. ഇന്റേണൽ ട്രേഡ് നമുക്ക് എന്ത് വിളിക്കാം, ഡൊമസ്റ്റിക് ട്രേഡ്. അതുപോലെ തന്നെ എന്താണ് ഡൊമസ്റ്റിക് ട്രേഡ്, ഹോം ട്രേഡ്. ഇന്റേണൽ ട്രേഡിന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്, ഡൊമസ്റ്റിക് ട്രേഡ്, അതുപോലെ തന്നെ എന്താണ് ഡൊമസ്റ്റിക് ട്രേഡ്, അതുപോലെ ഹോം ട്രേഡ്. ട്രേഡ് ഈസ് കൺസേൺഡ് വിത്ത് buying and selling of goods and services within the geographical boundaries of the country. അതായത് ഒരു രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ആ ഒരു ബൗണ്ടറി അകത്ത് നിന്നുകൊണ്ട് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ ആഭ്യന്തര കച്ചവടം എന്നാണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഇന്ത്യക്കാണെങ്കിൽ എന്താണ്, ഒരു ഇന്ത്യക്ക് ഒരു ജോഗ്രഫിക്കൽ ബൗണ്ടറി ഉണ്ടായിരിക്കും. ഇതിനുള്ളിൽ നിന്നുകൊണ്ട് സാധനങ്ങൾ കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ, വാങ്ങുകയും വിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ ട്രേഡ്, ഹോം ട്രേഡ്, അതുപോലെ ഡൊമസ്റ്റിക് ട്രേഡ് എന്നൊക്കെയാണ് അതിനെ വിളിക്കുന്നത്. ഇതാണ് ഈ ഇന്റേണൽ ട്രേഡിനെ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. വീണ്ടും എന്താണ് നമുക്ക് ഇതിനെ രണ്ടായി ഡിവൈഡ് ചെയ്യാവുന്നതാണ്. ഇതിൽ ഒന്നാമത്തതാണ് ഹോൾസെയിൽ ട്രേഡ്. ഹോൾസെയിൽ. രണ്ടാമതാണ് റീറ്റെയിൽ. എന്താണ് ഹോൾസെയിൽ? ഹോൾസെയിൽ ട്രേഡ് പറഞ്ഞാൽ മൊത്ത കച്ചവടം. എന്താണ് മൊത്ത കച്ചവടം? when goods are purchased and sold in bulk. അപ്പോൾ സാധനങ്ങൾ വാങ്ങുകയും അത് ബൾക്കായിട്ട് വിൽക്കുകയും, ബൾക്കായിട്ട് മൊത്തത്തിൽ വിൽക്കുകയും ചെയ്യുന്ന സ്ഥാപനത്തിനെയാണ് ഹോൾസെയിൽ ട്രേഡ് എന്ന് പറയുന്നത്. റീറ്റെയിലേഴ്സിന്റെയും അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സിന്റെയും ഉൽപാദകരുടെയും ഒരു ഇടയിൽ ഒരു കണ്ണിയായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെന്ത്, ഹോൾസെയിലേഴ്സ്, മൊത്ത കച്ചവടക്കാർ. when goods are purchased and sold in bulk, മൊത്തത്തിൽ സാധനങ്ങൾ വാങ്ങിയിട്ട് അത് ബൾക്കായിട്ട് വിൽക്കുന്ന കച്ചവട സ്ഥാപനങ്ങളെയാണ് ഹോൾസെയിൽ ട്രേഡ് എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് റീറ്റെയിൽ ട്രേഡ്. when goods are purchased and sold comparatively in smaller quantities, അതായത് സാധനങ്ങൾ വാങ്ങുകയും അതെന്താണ് കുറഞ്ഞ അളവിൽ അത് വിൽക്കുകയും ചെയ്യുന്ന സ്ഥാപനത്തിനെയാണ് നമ്മൾ റീറ്റെയിൽ ബിസിനസ് എന്ന് പറയുന്നത്, റീറ്റെയിൽ ട്രേഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ നാടുകളിലൊക്കെ എന്താണ് ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പുകൾ ഉണ്ടായിരിക്കും, റീറ്റെയിൽ ഷോപ്പുകൾ. അപ്പൊ അവിടുന്ന് എന്താണ് നമുക്ക് 1 കിലോ പഞ്ചസാര വേണമെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു ചാക്കിൽ നിന്നും 1 കിലോ പഞ്ചസാര എന്ത് ചെയ്യും നമുക്ക് എടുത്തു തരും. അതേ സ്ഥാനത്ത് ഹോൾസെയിൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ബൾക്കായിട്ടേ പഞ്ചസാര വാങ്ങാൻ കഴിയുകയുള്ളൂ. അതുപോലെ അരി എന്താണ് 1 ചാക്ക് 2 ചാക്ക് എന്നിങ്ങനെയാണ് ഹോൾസെയിൽ ട്രേഡിൽ നിന്നും നമുക്ക് വാങ്ങാൻ പറ്റും. അതേ സ്ഥാനത്ത് നിന്നാണ് അത് റീറ്റെയിൽ ട്രേഡ് ആണെങ്കിൽ 1 കിലോ 2 കിലോ തുടങ്ങിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സ്മോളർ ക്വാണ്ടിറ്റീസ് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് റീറ്റെയിൽ ട്രേഡിൽ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഇന്റേണൽ ട്രേഡ് ഡിവൈഡഡ് ഇൻടു ടു, ഹോൾസെയിൽ ട്രേഡ് ആൻഡ് റീറ്റെയിൽ ട്രേഡ്. ഈ ട്രേഡിന്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് എന്ത്, ട്രേഡിന്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് എക്സ്റ്റേണൽ ട്രേഡ്. എക്സ്റ്റേണൽ ട്രേഡ്, എക്സ്റ്റേണൽ ട്രേഡ് അന്താരാഷ്ട്ര കച്ചവടം. എക്സ്റ്റേണൽ ട്രേഡിന് പറയുന്ന മറ്റു പേരുകളാണ് ഫോറിൻ ട്രേഡ്, അതുപോലെ ഇന്റർനാഷണൽ ട്രേഡ്. ഇപ്പോൾ ഫോറിൻ ട്രേഡ്, ഇന്റർനാഷണൽ ട്രേഡ്, എക്സ്റ്റേണൽ ട്രേഡ്, ഇത് എല്ലാം എന്ത് തന്നെയാണ്, ഒന്ന് തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ എന്താണ് എക്സ്റ്റേണൽ ട്രേഡ് കൺസിസ്റ്റ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ പേഴ്സൺസ് ഓർ ഫേം ഓപ്പറേറ്റിംഗ് ഇൻ 2 or more countries. അപ്പോൾ 2 അതിൽ കൂടുതലോ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ തമ്മിൽ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ തമ്മിൽ സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ, വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ബിസിനസ്സിനെയാണ് അന്താരാഷ്ട്ര കച്ചവടം, ഇന്റർനാഷണൽ ബിസിനസ് എന്നൊക്കെ പറയുന്നത്. ഇന്റർനാഷണൽ ബിസിനസ്സിനെ ഫർദർ ഡിവൈഡ് ഇൻടു 3. വീണ്ടും നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇന്റർനാഷണൽ ബിസിനസ് എന്നാണ് നമുക്ക് വീണ്ടും 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഒന്നാമത്തേതാണ് എക്സ്പോർട്ട്. എക്സ്പോർട്ട് ട്രേഡ്. എക്സ്പോർട്ട് ട്രേഡ്.
എന്താണ് എക്സ്പോർട്ട് ട്രേഡ്? എക്സ്പോർട്ട് മീൻസ് കയറ്റുമതി കച്ചവടം. ഇഫ് ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ഫ്രം അനദർ കൺട്രി ഇറ്റ് ഈസ് റെഫേർഡ് ആസ് എക്സ്പോർട്ട് ട്രേഡ്. മറ്റു രാജ്യങ്ങളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ അതിനെ എക്സ്പോർട്ട് എക്സ്റ്റേണൽ ട്രേഡിനെ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും മൂന്നായിട്ട് തരംതിരിക്കാവുന്നതാണ്. അപ്പോൾ എക്സ്റ്റേണൽ ട്രേഡ് അന്താരാഷ്ട്ര കച്ചവടത്തിനെ മൂന്നായിട്ട് തരംതിരിക്കാവുന്നതാണ്. ഇതിൽ ഒന്നാമത്തേതാണ് എന്ത്, ഇമ്പോർട്ട് ട്രേഡ്. ഇറക്കുമതി കച്ചവടം. ഇഫ് ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ഫ്രം അനദർ കൺട്രി ഇറ്റ് ഈസ് റെഫേർഡ് ആസ് ഇമ്പോർട്ട് ട്രേഡ്. മറ്റു രാജ്യങ്ങളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ അതിനെ എന്താണ് വിളിക്കുന്നത്, ഇമ്പോർട്ട് ട്രേഡ് അല്ലെങ്കിൽ ഇമ്പോർട്ട്, ഇറക്കുമതി കച്ചവടം എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആണെന്ത്, പർച്ചേസ് ഓഫ് കമ്പ്യൂട്ടർ ഫ്രം സിംഗപ്പൂരിൽ നിന്നും ഒരു കമ്പ്യൂട്ടർ വാങ്ങി. പർച്ചേസ് ഓഫ് മൊബൈൽ ഫോൺ ഫ്രം ചൈനയിൽ നിന്നും മൊബൈൽ ഫോൺ വാങ്ങി. ഇതൊക്കെ എന്താണ്, ഇമ്പോർട്ട് ട്രേഡ് ആണ്. ഈ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് എക്സ്പോർട്ട് ട്രേഡ്. എക്സ്പോർട്ട് ട്രേഡ് എന്ന് പറഞ്ഞാൽ കയറ്റുമതി. എന്താണ് കയറ്റുമതി? കയറ്റുമതി എന്ന് പറഞ്ഞാൽ ഇഫ് ഗുഡ്സ് ആർ സോൾഡ് ടു അതർ കൺട്രീസ്, മറ്റു രാജ്യങ്ങൾക്ക് സാധനങ്ങൾ വിൽക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കച്ചവടം. അതായത് എക്സ്പോർട്ട് ട്രേഡ്, അതായത് കയറ്റുമതി കച്ചവടം. വേറായാലോ, നമ്മുടെ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് പരുത്തി കയറ്റുമതി ചെയ്യുന്നു, അതെന്താണ്, കയറ്റുമതിയാണ്. അതുപോലെ ഇരുമ്പ് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നു, എന്താണ്, അത് കയറ്റുമതി കച്ചവടമാണ്. ഇങ്ങനെ ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തിന് സാധനങ്ങൾ അങ്ങോട്ട് വിൽക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്, എക്സ്പോർട്ട് കച്ചവടം അല്ലെങ്കിൽ കയറ്റുമതി കച്ചവടം. നെക്സ്റ്റ് ആണ് എൻട്രി പോർട്ട്. എൻട്രപ്പോ എന്നൊക്കെ പറയും. എൻട്രപ്പോ ട്രേഡ് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? when the goods are import for the purpose of export to other countries, മറ്റു രാജ്യത്തിലേക്ക് കയറ്റുമതി ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു രാജ്യത്തിൽ നിന്നും ഒരു സാധനം ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ അതിനെ എൻട്രപ്പോ എന്നാണ് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആണെന്ത്, ഇപ്പൊ ജപ്പാൻ, അമേരിക്ക. അപ്പൊ ജപ്പാനിൽ നിന്നും അമേരിക്ക വാച്ച് വാങ്ങും. ജപ്പാനിൽ നിന്നും അമേരിക്ക ഒരു വാച്ച് വാങ്ങി. ഈ വാച്ച് എന്താണ്, വീണ്ടും അവര് ഇന്ത്യയിലേക്ക് വിൽക്കുകയാണ്. അത് അമേരിക്കയിൽ വിൽക്കാതെ ഇന്ത്യയിലേക്ക് വിൽക്കുന്നു. ഇങ്ങനെ എന്താണ്, കയറ്റുമതി ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി മറ്റൊരു രാജ്യത്ത് നിന്നും സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ അതിനെ എൻട്രപ്പോ എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്നാണ് അമേരിക്ക ജപ്പാനിൽ നിന്നും സാധനം ഇറക്കുമതി ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്, അത് ഇന്ത്യയിലേക്ക് കയറ്റി അയക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്തരം ട്രേഡുകളെയാണ് എൻട്രപ്പോ ട്രേഡ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ട്രേഡിന്റെ ക്ലാസിഫിക്കേഷൻ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓക്സിലറീസ് ടു ട്രേഡ് എന്നുള്ളൊരു ഭാഗമാണ്. കച്ചവട അനുബന്ധ പ്രവർത്തനങ്ങൾ. എയ്ഡ്സ് ഓർ auxiliaries to trade activities which assist or support trade is known as aids or auxiliaries to trade. കച്ചവടത്തിനെ സഹായിക്കുന്ന, അസിസ്റ്റ് ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എയ്ഡ്സ് ഓർ ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണെന്ന് ഇൻഷുറൻസ്, ബാങ്കിങ് സർവീസ്, വെയർഹൗസിംഗ്, ട്രാൻസ്പോർട്ടേഷൻ. ഇതൊക്കെ എന്താണ്, കച്ചവടത്തിനെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളാണ്. ഇത്തരം പ്രവർത്തനങ്ങളെയാണ് എയ്ഡ്സ് ഓർ ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറയുന്നത്. ഇതിനെ സർവീസ്, സേവനങ്ങൾ എന്ന് വിളിക്കാറുണ്ട്.
കാരണം കച്ചവടത്തിനെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളായതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് വിളിക്കും? സേവനങ്ങൾ എന്ന് വിളിക്കാറുണ്ട്. എക്സാമ്പിൾ ആണെന്ത്? ബാങ്കിങ്, ഇൻഷുറൻസ്, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, അഡ്വർടൈസിങ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? എയ്ഡ്സ് ഓർ ഓക്സിലറീസ് ടു ട്രേഡിന് എക്സാമ്പിൾ ആണ്. ഇനി ശ്രദ്ധിക്കുക, ഈ ഓക്സിലറീസ് ടു ട്രേഡ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഓക്സിലറീസ് ടു ട്രേഡിലെ ഫസ്റ്റ് എക്സാമ്പിൾ ആണത് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട്, ഗതാഗതം. ഗതാഗതം. We know the production usually take place in particular location. Example, tea is produced in Assam and Kerala, jute in West Bengal, cotton in Maharashtra, sugar in UP. അതായത് ഒരു ഉൽപാദനം, പ്രൊഡക്ഷൻ നടത്തുന്നത് ഒരു പെർട്ടിക്കുലർ ഏരിയയിലാണ്, ഒരു പ്രത്യേക സ്ഥലത്താണ് പ്രൊഡക്ഷൻ, ഉൽപാദനം നടക്കുന്നത്. അതിന് ഉദാഹരണമാണെന്ത്? കേരളത്തിലും ആസാമിലുമാണ് ചായപ്പൊടി ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ചണം, അത് വെസ്റ്റ് ബംഗാളിലാണ്. കോട്ടൺ മഹാരാഷ്ട്രയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പഞ്ചസാര UP-യിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഉൽപാദനം നടക്കുന്നത് ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലാണ്. ബട്ട് ദീസ് ഗുഡ്സ് ആർ റിക്വയർഡ് ഫോർ കൺസംഷൻ അറ്റ് വേരിയസ് പ്ലേസസ് ഇൻ ദി കൺട്രി. ഇങ്ങനെയാണെങ്കിലും ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു സ്ഥലത്താണെങ്കിലും അതിൻ്റെ ഉപഭോഗം, അതിൻ്റെ കൺസംഷൻ നടക്കുന്നത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ്. ഇപ്പോൾ പഞ്ചസാര UP-യിലാണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ ആ പഞ്ചസാര ഉപയോഗിക്കുന്നത് കാശ്മീരിൽ ഉപയോഗിക്കുന്നുണ്ട്, അപ്പുറത്തുനിന്നാണ് ആസാമിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്, കേരളത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളാണ് ഈ ഒരു സാധനം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ളൊരു ഹിൻഡ്രൻസസ്, അതായത് there is a hindrances of place. ഇവിടെ എന്താണ്? പ്ലേസ് എന്നുള്ള തടസ്സമാണ്, സ്ഥലം. കാരണം ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു സ്ഥലത്തെ, അത് ഉപയോഗിക്കുന്നത് മറ്റുള്ള സ്ഥലത്തുള്ള ആളുകളാണ്, മറ്റൊരു സ്ഥലത്തെ ആളുകളാണ് അത് ഉപയോഗിക്കുന്നത്, ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലത്താണ്. അതുകൊണ്ടാണ് പ്ലേസ്, അതായത് സ്ഥലം എന്നുള്ള ഒരു തടസ്സം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്തല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്ഥലം എന്നുള്ള ഒരു തടസ്സമാണ്, ഒരു ഹിൻഡ്രൻസസ് ആണ് ഇവിടെ നിലനിൽക്കുന്നത്. ഈ ഒരു തടസ്സം, പ്ലേസ് എന്നുള്ള ഒരു ഹിൻഡ്രൻസസിനെ റിമൂവ് ചെയ്യുന്നത് എന്താണ്? ട്രാൻസ്പോർട്ട്, ഗതാഗതമാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ ഒരു സാധനം ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടിലൂടെ, ഗതാഗതത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? അത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. എന്താണ് ട്രാൻസ്പോർട്ട്? ട്രാൻസ്പോർട്ട് മേക്സ് പോസിബിൾ ദ ഫിസിക്കൽ മൂവ്മെന്റ് ഓഫ് റോ മെറ്റീരിയൽസ് ടു ദ പ്ലേസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ് ഫ്രം ദി പോയിന്റ് ഓഫ് പ്രൊഡക്ഷൻ ടു ദ പ്ലേസ് വേർ ദേ ആർ നീഡഡ് ഫോർ കൺസംഷൻ. അതായത് ഒരു ഉൽപാദനം നടക്കുന്ന സ്ഥലത്തേക്ക് അസംസ്കൃത വസ്തുക്കളെ കൊണ്ടുവരാനും അവിടെ ഉൽപ്പാദിപ്പിച്ച സാധനം ആർക്കൊക്കെയാണോ അത് വേണ്ടത് അവർക്കൊക്കെ എത്തിച്ചു കൊടുക്കാനും ഗതാഗതത്തിലൂടെ കഴിയുന്നു. ഇപ്പോൾ യു പി എന്നാണ് പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിനെന്ത് വേണം? കരിമ്പ് വേണം. അപ്പോൾ ഉൽപാദന സ്ഥലത്തേക്ക് കരിമ്പ് എന്ന റോ മെറ്റീരിയൽസ് കൊണ്ടുവരാനും ഇവിടെ ഇനി പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്നു. ഈ പഞ്ചസാര ആർക്കൊക്കെയാണോ എവിടേക്കാണോ ആവശ്യമുള്ളത് അവിടേക്കൊക്കെ എത്തിക്കാൻ സഹായിക്കുന്നത് എന്താണ്? ട്രാൻസ്പോർട്ടേഷനാണ്. അപ്പോൾ പ്ലേസി എന്നുള്ള കച്ചവടത്തിലെ ഹിൻഡ്രൻസസ് റിമൂവ് ചെയ്യുന്നത് എന്താണ്? ട്രാൻസ്പോർട്ടേഷനാണ്. ദി മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. വിവിധ തരം ട്രാൻസ്പോർട്ട് ഉണ്ട്. ഒന്നാമത്തെ മോഡാണ് റോഡ് ട്രാൻസ്പോർട്ട്. അതായത് റോഡ് ഗതാഗതം. അതുപോലെ റെയിൽവേ ഗതാഗതം. അതുപോലെ എന്താണ്? ഷിപ്പിംഗ്. ഇതൊക്കെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്നാണ് ഉദാഹരണങ്ങളാണ്. അതുപോലെ വാട്ടർ, ഷിപ്പിംഗ്, വാട്ടർ. ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ നമുക്ക് ഒരു സാധനം, അതിൻ്റെ ഭൗതികമായിട്ടുള്ള ചരക്ക് നീക്കം നമുക്കെന്താണ് ഒരു സ്ഥലത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സാധനങ്ങളെ കൊണ്ടുപോകാൻ സഹായിക്കുന്നത് ട്രാൻസ്പോർട്ടാണ്. അപ്പോൾ ഓക്സിലറീസ് ടു ട്രേഡിൽ ഒന്നാമത്തേതാണെന്ത്?
ട്രാൻസ്പോർട്ട്, ഗതാഗതം. നെക്സ്റ്റ് ഓക്സിലറീസ് ടു ട്രേഡ് ആണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ റിമൂവ്സ് ദ ഹിൻഡ്രൻസസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ. എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ. Exchange of information. Exchange of information. Communication removes the hindrances of exchange of information. Exchange of information. അതായത് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ, വിവരങ്ങളുടെ കൈമാറ്റം എന്നുള്ള ഒരു കച്ചവടത്തിലെ തടസ്സം നീക്കം ചെയ്യുന്നത് ഏത് ഓക്സിലറീസ് ടു ട്രേഡ് ആണ്? കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം. നമുക്കൊരു ബിസിനസ് സ്മൂത്ത് ആയിട്ട് നടക്കണമെങ്കിൽ പ്രൊഡ്യൂസേഴ്സിൻ്റെയും കൺസ്യൂമേഴ്സിൻ്റെയും അതുപോലെ തന്നെ ട്രേഡേഴ്സിൻ്റെയും ഇടയിൽ ഒരു സ്മൂത്ത് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം നടക്കേണ്ടതുണ്ട്. ഈ ആശയവിനിമയത്തിലൂടെയാണ് ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് പോസ്റ്റൽ സർവീസ്. അപ്പോൾ ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം നടത്താനുള്ള വഴികളാണ് പോസ്റ്റൽ സർവീസ്. പോസ്റ്റൽ സർവീസ്, പോസ്റ്റൽ സർവീസ്. അതുപോലെ തന്നെ ടെലിഫോൺ സർവീസ്. ടെലിഫോൺ സർവീസ്, പോസ്റ്റൽ സർവീസ്, ടെലിഫോൺ സർവീസ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ലൈക്ക് ഇന്റർനെറ്റ് എക്സെട്ര. അപ്പോൾ ടെലിഫോൺ ഫെസിലിറ്റീസ്, പോസ്റ്റൽ ഫെസിലിറ്റീസ്, ഇന്റർനെറ്റ് ഫെസിലിറ്റീസ് തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി ഒരു ബിസിനസ്സിൽ എന്ത് ചെയ്യാം? നമുക്ക് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാം. ഇതാണ് ആശയവിനിമയം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കമ്മ്യൂണിക്കേഷൻ ആണ്. എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ എന്നുള്ള തടസ്സം, ഒരു ഹിൻഡ്രൻസസ് എന്നാണ് ബിസിനസ്സിന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ ഓക്സിലറീസ് ടു ട്രേഡ്. ദെൻ തേർഡ് ആണ്, മൂന്നാമത്തെ ഓക്സിലറീസ് ടു ട്രേഡ് എന്താണ്? ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. Banking and finance. Banking and finance. Banking helps business activities by removing the hindrances of finance. ഏതൊരു കച്ചവടം, ഏതൊരു ട്രേഡ് നടത്തണമെങ്കിലും എന്ത് വേണം? ഫിനാൻസ് വേണം. ഫിനാൻസ് എന്നുള്ളത് എന്താണ്? ഈ കച്ചവടത്തിന്റെ ഒരു തടസ്സമാണ്. കച്ചവടം ചെയ്യാനുള്ളൊരു ഹിൻഡ്രൻസസ് ആണെന്ന് ഈ ഒരു ഫിനാൻസ്. ഈ ഫിനാൻസ് എന്നുള്ള ഒരു ഹിൻഡ്രൻസസ് റിമൂവ് ചെയ്യുന്നത്, ആ ഒരു തടസ്സം നീക്കി കൊടുക്കുന്നത് ആരാണ്? ബാങ്കിങ് ആൻഡ് ഫിനാൻസ് കമ്പനീസ് ആണ്. ബാങ്കുകൾ എന്ത് ചെയ്യുന്നു? ബിസിനസ് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് അതുപോലെ ഓവർ ഡ്രാഫ്റ്റ് നൽകുന്നു, അതുപോലെ ക്യാഷ് ക്രെഡിറ്റ് നൽകുന്നു, അതുപോലെ തന്നെ ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ഇതിലൂടെയൊക്കെ ഒരു ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഫണ്ട്, പണം ബാങ്കുകൾ അതുപോലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ബിസിനസ് സ്ഥാപനം നൽകിക്കൊണ്ട് ഫിനാൻസ് എന്നുള്ളൊരു ഹിൻഡ്രൻസസ് എന്നാണ് ഇവിടെ നീക്കി കൊടുക്കുന്നു. ഇത് നൽകുന്ന വഴികൾ ഓവർ ഡ്രാഫ്റ്റിലൂടെ നൽകാം, ക്യാഷ് ക്രെഡിറ്റ് ആയിട്ട് നൽകാം, ലോൺസ് ആൻഡ് അഡ്വാൻസ് ആയിട്ടൊക്കെ എന്താണ് ഈ ബിസിനസ്സിലേക്ക് വായ്പയായിട്ട് ബാങ്കുകൾ നൽകുന്നതാണ്. ഇങ്ങനെ ഫിനാൻസ് എന്നുള്ള തടസ്സം ബിസിനസ്സിന് അല്ലെങ്കിൽ ട്രേഡിന് നീക്കി കിട്ടുന്നതാണ്. ഇനി നാലാമത്തതാണ് ഇൻഷുറൻസ്. അപ്പൊ ഇൻഷുറൻസ് എന്താണ്? ഇൻഷുറൻസ് റിമൂവ് ദ ഹിൻഡ്രൻസസ് ഓഫ് റിസ്ക്. റിസ്ക് എന്നുള്ളൊരു നഷ്ട സാധ്യത, ഒരു റിസ്ക് എന്നുള്ള ആ ഒരു ഹിൻഡ്രൻസസ്, നഷ്ട സാധ്യത എന്നുള്ളൊരു ഹിൻഡ്രൻസസ് നീക്കി കൊടുക്കുന്നത് എന്താണ്? ഇൻഷുറൻസ് ആണ്. നമുക്കറിയാം ഏതൊരു ബിസിനസ് സ്ഥാപനമാണെങ്കിലും അതിന് ഒരുപാട് റിസ്ക് ഉണ്ട്, നഷ്ട സാധ്യതയുണ്ട്. പ്രധാനപ്പെട്ടതായ എക്സാമ്പിൾ ആണെന്ത്? ഇപ്പോൾ ഒരു ബിസിനസ്സിന് തഫ്റ്റ്, കളവ് പോവാം, ഫയർ, അവിടെ എന്താണ് തീപിടുത്തം സംഭവിക്കാം, നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതിക്ഷോഭങ്ങൾ വരാം. ഇതിലൂടെയൊക്കെ എന്താണ് ബിസിനസ്സിന് നഷ്ടങ്ങൾ വരാം. ഈ നഷ്ടങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് സ്ഥാപനം ചെയ്യും ആ ഒരു പ്രീമിയം എന്നൊരു സംഖ്യ ഇൻഷുറൻസ് കമ്പനികൾക്ക് നൽകിക്കൊണ്ട് ഇത്തരം നഷ്ട സാധ്യതകളിൽ നിന്നും ബിസിനസിനെ സംരക്ഷിക്കുന്നത് എന്താണ്? ഇൻഷുറൻസ് ആണ്. അപ്പോൾ ബിസിനസ്സിന് റിസ്കിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നത്
ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നാണ്. അതിനെന്ത് ചെയ്യണം? ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു നോമിനൽ എമൗണ്ട്, ഒരു ചെറിയ എമൗണ്ട് നൽകേണ്ടതാണ്. അതിന്റെ പേരാണ് പ്രീമിയം. പ്രീമിയം നൽകി കഴിഞ്ഞാൽ എന്ത് നഷ്ടം വന്നു കഴിഞ്ഞാലും ആ നഷ്ടങ്ങളെല്ലാം ആര് വഹിക്കും? ഇൻഷുറൻസ് കമ്പനികൾ വഹിക്കുന്നതാണ്. ഇതാണ് ഫോർത്ത് ഓക്സിലറീസ് ടു ട്രേഡ് എന്നുള്ളത്. നെക്സ്റ്റ് ആണ് വെയർ ഹൗസ്. Warehouse remove the hindrances of time. കാലം, ടൈം എന്നുള്ളൊരു ഹിൻഡ്രൻസസ്, തടസ്സം നീക്കി കൊടുക്കുന്ന ഓക്സിലറീസ് ടു ട്രേഡ് ആണ് വെയർ ഹൗസ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു കുട ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് എന്നേ അത് വിറ്റഴിയുകയുള്ളൂ. അത് വിൽക്കണമെങ്കിൽ അത് മൺസൂൺ സീസൺ വരേണ്ടതുണ്ട്. അതായത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് കുട പ്രധാനമായിട്ടാണ് അതിന്റെ സെയിൽസ് നടക്കുന്നത്. പക്ഷെ അതിന്റെ ഉൽപാദനം എന്നാണ് വർഷം മുഴുവൻ അത് ഉൽപ്പാദിപ്പിക്കുന്നു. പക്ഷെ അതിന്റെ സെയിൽസ് നടക്കുന്നത് എന്നാണ് ജൂൺ ജൂലൈ മാസങ്ങളിലാണ്. ജൂൺ ജൂലൈ ഓഗസ്റ്റ്, അതായത് മഴ ഉണ്ടാകുന്ന അതായത് മഴ ലഭിക്കുന്ന മന്തുകളിൽ മാത്രമേ, ആ ഒരു മാസത്തിൽ മാത്രമാണ് നമുക്ക് ഈ കുടയുടെ സെയിൽസ് നടക്കുന്നത്. അപ്പോൾ എന്താണ് ഉൽപ്പാദിപ്പിക്കുന്ന അപ്പോൾ തന്നെ ആ സാധനം വിറ്റയക്കാൻ കഴിയുന്നില്ല. കുറച്ചു കാലം ചെയ്യണം, അത് കമ്പനി തന്നെ കീപ്പ് ചെയ്ത് വെക്കണം. അപ്പോൾ കാലതാമസം എന്നുള്ള ഒരു തടസ്സം വരുന്നുണ്ട്. ഈ തടസ്സം നീക്കി കൊടുക്കുന്നത് ആരാണ്? വെയർ ഹൗസ് ആണ്. വെയർ ഹൗസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഉൽപ്പാദിപ്പിച്ച സാധനം എന്നാണോ അത് വിറ്റ് പോകുന്നത് അന്ന് വരെ അതിനൊരു കേടുപാടൊന്നും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? അതവിടെ കീപ്പ് ചെയ്ത് വെക്കാൻ കഴിയുന്നതാണ്. ഈ ലാസ്റ്റ് ആണത് അഡ്വർടൈസിങ്. പരസ്യം നൽകൽ. Advertising removes the hindrances of knowledge. വിവരം. ഒരു കമ്പനി ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ അത് ആളുകൾ വാങ്ങണമെങ്കിൽ എന്ത് വേണം? ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള വിവരം ആളുകളിലേക്ക് എത്തിക്കണം. എന്റെ കമ്പനി എന്നാണ് ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ അത് ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അത് അവർ വാങ്ങുകയുള്ളൂ. അതിനെന്തെങ്കിലും ആ ഒരു വിവരം അവരിലേക്ക് എത്തിക്കണം. ആ ഒരു തടസ്സം നീക്കി തരുന്നത് എന്താണ്? ആ ഒരു ഹിൻഡ്രൻസസ് റിമൂവ് ചെയ്യുന്നത് അഡ്വർടൈസിങ് എന്നുള്ളൊരു ഫംഗ്ഷനാണ്. അഡ്വർടൈസിങ്ങിലൂടെ നമ്മുടെ കമ്പനിയെ കുറിച്ചും നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചും ആളുകളിലേക്ക് ആ വിവരങ്ങൾ എത്തിക്കാൻ കഴിയുന്നു. ഇത്രയുമാണ് ഓക്സിലറീസ് ടു ട്രേഡ്. ഫസ്റ്റ് വൺ ട്രാൻസ്പോർട്ട്, ഗതാഗതം, കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം, ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, ഇൻഷുറൻസ്, വെയർ ഹൗസിംഗ്, അഡ്വർടൈസിംഗ്. ഇത്രയുമാണ് 6 പോയിന്റ്സുകളാണ് ഓക്സിലറീസ് ടു ട്രേഡിൽ വരുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഇത്രയും സമയം നിങ്ങളൊരു വീഡിയോ വാച്ച് ചെയ്തതിന് നന്ദി, നമസ്കാരം.